നമസ്കാരം. എല്ലാവർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 2024 വിഷുഫലങ്ങൾ ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിഷു 2024 ഏപ്രിൽ 14 തീയതിയാണ് നമ്മൾ ആഘോഷിച്ചതെങ്കിലും ഏപ്രിൽ 13 രാത്രി 9:15 കൂടിയാണ് വിഷു സംക്രമം നടന്നത്. അപ്പോൾ വിഷു സംക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ വിഷുവിനോടനുബന്ധിച്ച് വരുന്ന ഗ്രഹചാരഫലങ്ങൾ കൂടെ കണക്കിലെടുത്താണ് ഈ വിഷുഫലം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് മകം, പൂരം, ഉത്രം എന്നീ 3 നക്ഷത്രക്കാരുടെ വിഷുഫലം എന്താണ് എന്ന് നോക്കാം. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദവും ചിങ്ങക്കൂറിലാണ് ഉൾപ്പെടുന്നത്. ചിങ്ങക്കൂറുകാർക്ക് സാമാന്യം നല്ലതാണ്. വിഷുഫലം എന്ന് പറയുന്നത് സാമാന്യം അനുകൂലമാണ്. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയുണ്ട്. അഭിപ്രായ ഭിന്നതകൾ നേരിടേണ്ടി വരും എന്നുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും ഏതെങ്കിലുമൊക്കെ കോണിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നൊക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. ഒരു യുദ്ധമെന്നോ വഴക്കെന്നോ ഒന്നും പറഞ്ഞുകൂടാ, പക്ഷേ എപ്പോഴും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാം, എങ്കിലും പെട്ടെന്ന് തന്നെ അത് മാറ്റാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെ ഫലങ്ങളായിട്ട് നോക്കാം. ആദ്യത്തേത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രത്തിന് അനുകൂല ഫലമാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 7ലാണ് ശനി നിൽക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതായത് കണ്ടകശനിയാണ്. പക്ഷേ മൂലത്രികോണ രാശിയായ കുംഭത്തിൽ നിൽക്കുന്ന ശനി ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വലിയ ദോഷകാരകനായിട്ട് മാറുന്നില്ല. ചില കാര്യങ്ങളിൽ ഗുണവും ഉണ്ടാകും. അപ്പോൾ വിഷു സംക്രമ ഫലം നമ്മൾ നോക്കുമ്പോൾ മകം നക്ഷത്രത്തിന് പൊതുവെ ഗുണകരമായ ഒരു കാലമാണ്. ഇവർ ചെയ്യുന്ന പല സൽപ്രവൃത്തികളും ഇവർക്ക് അനുകൂലമായിട്ട് ഫലങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പല സൽപ്രവൃത്തികളും ചെയ്യാൻ സാധിക്കും. ഭാവിയിൽ, അതായത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത് നിങ്ങൾക്ക് അതിൻ്റെ ലഭിക്കും. കാര്യവിജയം ഉണ്ടാകും. കുടുംബസുഖവും ഭദ്രമായ കുടുംബജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നല്ല സൗഹൃദങ്ങൾ ഈ സമയത്ത് സൃഷ്ടിക്കപ്പെടും. കുടുംബ സ്വത്ത് വീതം വെച്ചിട്ട് അതിലൊരു ഭാഗം ലഭിക്കാനുള്ള സാധ്യതയും ഈ വർഷം ഉണ്ട്. പൊതുപ്രവർത്തന മേഖലയിൽ അത്ര ശുഭകരമായ ഫലമല്ല കാണിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ച് ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കിടയിൽ പെട്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകും. അതായത് നമ്മളൊരു ജോലി ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൽ അഭിവൃദ്ധി ഉണ്ടാകും. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുന്ന പൊതുവായ പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരെയെങ്കിലുമൊക്കെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ, അവിടെയൊക്കെ നമ്മൾ ആ ജോലികളൊക്കെ ചെയ്യുന്ന അല്ലെ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണ് ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കൂടുതലായിട്ട് നേരിടേണ്ടി വരുന്നത്. സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. മനസ്സിന് സന്തോഷം നൽകുന്ന പല വാർത്തകളും കേൾക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ പണമിടപാടുകളിൽ കൃത്യത പുലർത്താൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും. ജാതകത്തിൽ ഗൃഹനിർമ്മാണം തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും ദശാകാലമാണെങ്കിൽ മാത്രമേ വീട് നിർമ്മാണത്തിന് തടസ്സം വരുള്ളൂ. അല്ലെങ്കിൽ ഈ വർഷം അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ പ്രശസ്തി ലഭിക്കുന്ന സമയമാണ്. സാധിച്ചെടുക്കാൻ വിഷമമായിട്ട് കരുതിയിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഔദ്യോഗിക രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അതിലൂടെ മേലധികാരികളുടെ പ്രീതി നേടാനും സാധിക്കുന്നതാണ്. സ്ഥലം മാറ്റം ആഗ്രഹിച്ചിരുന്നവർക്ക് അനുകൂല സാഹചര്യമാണ് വരുന്നത്. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ അടുപ്പത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നേരത്തെ മാറി നിന്നിരുന്ന പല ബന്ധുക്കളും ഈ സമയത്ത് തിരികെ നമ്മളുടെ അടുത്തേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. പുതിയ സ്നേഹബന്ധം വീണ്ടും പുനരാരംഭിക്കാനുള്ള സാധ്യത ഉണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ സാഫല്യത്തിലെത്താൻ, വിവാഹത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾ, നമുക്ക് ഉപകാരപ്പെടുന്ന നിത്യോപയോഗ വസ്തുക്കളൊക്കെ സമ്മാനമായിട്ട് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. പഠന നിലവാരം ഉയരും. വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് പഠനത്തിൻ്റെ നിലവാരം കുറച്ച് നല്ല രീതിയിലേക്ക് വരും. ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധിക്കും. ഡോക്ടറേറ്റിനൊക്കെ പരിശ്രമിച്ചിരുന്ന ആളുകൾക്ക് അതിൽ വിജയം നേടാനായിട്ട് സാധിക്കും. റിസർച്ചൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർക്ക് അവർക്ക് ഗുണകരമായ ഒരു കാലമാണ്.
പിന്നെ നമ്മൾ മകം നക്ഷത്രത്തിൻ്റെ നോക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ മനപ്രയാസങ്ങളൊക്കെ ഈ വർഷവും ഉണ്ടാകും. പൂർണ്ണമായിട്ട് സുഖകരം എന്ന് പറഞ്ഞുകൂടാ. പൊതുവെ നോക്കുമ്പോഴാണ് അനുകൂലമായ വിഷുഫലം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ, നല്ലൊരളവ് വരെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളുണ്ടാകും. എങ്കിലും ചില ബുദ്ധിമുട്ടുകൾ മനസ്സിന് നേരിടും. പലപ്പോഴും അകാരണമായ മനപ്രയാസങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ചിന്തകൾ മൂലമുണ്ടാകുന്ന, സ്വയം സൃഷ്ടിക്കുന്നതാണ് എങ്കിൽ പോലും ആ മനപ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ മകം നക്ഷത്രക്കാർ അവരുടെ ഭാഗ്യവർദ്ധനവിനും ദോഷങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ ആയിട്ട് ശിവഭജനം നടത്തുന്നത് ഈ സമയത്ത് വളരെ ഗുണകരമാണ്. ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ശിവനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രത്യേകം ഗുണകരമാണ്. ശിവനെയാണ് നമ്മൾ പരമഗുരുവായിട്ട്, പരമ ആചാര്യനായിട്ട് കരുതുന്നത്. എല്ലാ ജ്ഞാനങ്ങളും ശിവൻ്റെ മുഖത്തു നിന്നാണ് പുറപ്പെടുന്നത് എന്നാണ് ഒരു സങ്കല്പമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ദക്ഷിണാമൂർത്തി ഭാവത്തിൽ, അതായത് ലോകഗുരുവായ ദക്ഷിണാമൂർത്തിയുടെ ഭാവത്തിൽ ശിവനെ ആരാധിക്കുന്നത് നമ്മുടെ പഠനം, ജ്ഞാനം ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വളരെ ഗുണകരമാണ്. അപ്പോൾ അതാണ് മകം നക്ഷത്രക്കാരുടെ പൊതുഫലം നമുക്ക് പറയാവുന്നത്. അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പല നേട്ടങ്ങളും ഈ വർഷം ഉണ്ടാകുന്നതാണ്. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ തടസ്സപ്പെട്ട് കിടന്ന പല ആനുകൂല്യങ്ങളും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് വിദ്യാഭ്യാസമൊക്കെ നേരത്തെ ഇടയ്ക്ക് വെച്ച് നിർത്തിയിരുന്ന കുട്ടികൾക്ക് പുതിയ കോഴ്സിന് ചേർന്ന് ആ വിദ്യാഭ്യാസം തുടരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അതേ കോഴ്സിന് തന്നെ പ്രവേശനം വീണ്ടും കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു വർഷമാണ്. പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൂരം നക്ഷത്രക്കാർക്ക്. അടുത്ത ബന്ധുക്കളുടെ സഹായം ലഭിക്കുന്ന കാലമാണ്. പല കാര്യങ്ങളും വിചാരിക്കാത്ത രീതിയിൽ, അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് സാധിച്ചു കിട്ടും. നമ്മൾ വിചാരിക്കും അത് നടക്കുകയില്ല, ആ സമയം കഴിഞ്ഞു പോയി, ആ അവസരം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ആഗ്രഹം സാധിച്ചു കിട്ടും. വരവ് ചെലവുകൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാലമാണ്. വ്യാപാരത്തിൽ നിന്നും സാമാന്യം ലാഭം കിട്ടുന്ന കാലമാണ്. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ നേട്ടമാണ്. പൂരം നക്ഷത്രക്കാർക്ക് നേട്ടമാണ്. എന്നാൽ വ്യാപാരത്തിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വ്യാപാരത്തിൽ അല്പം മാന്ദ്യമുണ്ടാകാനോ സാമ്പത്തിക വിഷമം ഉണ്ടാകാനോ ഉള്ളൊരു സാധ്യതയും തെളിയുന്നുണ്ട്. സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിൽ നിരാശരാകേണ്ട കാര്യമില്ല. കാരണം ഈ അനുകൂലമായ സമയത്ത് നല്ല ലാഭം കിട്ടും. അതിൽ നിന്ന് കുറച്ചൊരു ഭാഗം നമുക്ക് അധിക ചെലവ് പിന്നീട് വന്നു ചേരും. ഒന്നിലധികം തവണ വളരെ ദീർഘയാത്രകൾ ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാകും. ജീവിത പങ്കാളിയിൽ നിന്ന് പിന്തുണ ലഭിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ പിന്തുണ ലഭിക്കും. പ്രണയ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അമിത കോപം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് കോപം വളരെയേറെ വർദ്ധിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ, കുടുംബിനികളായ സ്ത്രീകൾക്ക് വളരെ കോപം വർദ്ധിക്കുകയും അത് താളം തെറ്റിക്കുന്ന പല സംസാരങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. സംസാരം വളരെയേറെ ശ്രദ്ധിക്കുക. ലോണിനൊക്കെ അപേക്ഷിച്ചിരുന്നവർക്ക് ലോൺ പാസ്സായി കിട്ടാൻ സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് അത് ഫലപ്രാപ്തിയിലെത്താനുള്ള യോഗമുണ്ട്. പലപ്പോഴും സുഹൃത്തുക്കൾ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പിന്നോട്ട് മാറുന്ന അവസ്ഥ നേരിടേണ്ടി വരും. അത് നമുക്ക് കുറച്ച് മനപ്രയാസം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ കഠിന പരിശ്രമത്തിലൂടെ നല്ല വിജയം നേടാനായിട്ട് സാധിക്കും. അതായത് കുറച്ച് ഹാർഡായിട്ടുള്ള സന്ദർഭങ്ങൾ, കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞ സന്ദർഭങ്ങളും ഈ വർഷം നേരിടേണ്ടി വരും. പൊതുവെ നോക്കുമ്പം അനുകൂലമാണ്. മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില അവസരങ്ങൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം പൂരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത്, വളർത്തു മൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളർത്തു മൃഗങ്ങളിൽ നിന്ന്, ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പൂച്ചയെ വളർത്തുന്ന ഒരാളാണ്, പൂച്ചയുടെ നഖം കൊണ്ടുള്ള മുറിവ്, അല്ലെങ്കിൽ നമ്മൾ നായയെ വളർത്തുന്ന, പട്ടികളെ വളർത്തുന്ന ഒരു ആളാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അതിൽ നിന്ന് പരിക്കേൽക്കാനുള്ള സാധ്യത ഉണ്ട്. ഏതൊരു പെറ്റ് ആനിമലാണെങ്കിലും അതിൽ നിന്ന് പരിക്കേൽക്കാനുള്ളൊരു സാധ്യത ഈ കാലത്ത് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കുക. നല്ല ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ.
പഴകിയ ഭക്ഷണം കഴിക്കാതിരിക്കുക. പഴകിയ ഭക്ഷണം മുഖേനയുള്ള അസുഖങ്ങൾക്ക്, അലർജി പോലുള്ള അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക, നല്ല ഭക്ഷണം മാത്രം കഴിക്കുക. വീട് നിർമ്മിക്കാനും അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാക്കാനൊക്കെ സാധിക്കുന്ന കാലമാണ്. പൊതുവെ നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല, എങ്കിലും ഈ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് സൂക്ഷിക്കുക. പൂരം നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് ഈ സമയത്ത് നല്ലതാണ്. വ്യാഴാഴ്ച വ്രതം എടുത്ത് മഹാവിഷ്ണുവിനെ ദർശിക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. താമരമൊട്ട് സമർപ്പിക്കുന്നതും വിഷ്ണു അഷ്ടോത്തര നാമം ജപിക്കുന്നതും നല്ലതാണ്. അതുപോലെ ജന്മനാളിൽ ഒരു പാൽപ്പായസവും ഒരു തുളസിമാലയും സമർപ്പിക്കുന്നതും വളരെ അനുകൂല ഫലങ്ങൾ കിട്ടാനായിട്ട് നല്ലതാണ്. അടുത്തത് ഉത്ര നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചിങ്ങക്കൂറിലും മുക്കാൽ ഭാഗം കന്നിക്കൂറിലുമായിട്ടാണ് വരുന്നത്. ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനപ്രയാസം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അനുകൂല ഫലങ്ങൾ ഉണ്ടാകും. 7-ൽ ശനി നിൽക്കുന്നതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഏതായാലും നേരിടേണ്ടി വരും ചിങ്ങക്കൂറുകാർക്ക്. ഉത്തര നക്ഷത്രക്കാർക്കും ആ തരത്തിലുള്ള അല്പം ചില പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒക്കെ നേരിടേണ്ടി വരും. എന്നാൽ നേട്ടങ്ങൾ പലതും ലഭിക്കുകയും ചെയ്യും. പ്രവൃത്തികളിലൂടെ സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സൽപ്രവൃത്തികൾ ചെയ്യുകയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടാനും അത് മുഖേന സ്ഥാനമാനങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. നേതൃത്വപരമായിട്ട് നല്ല അംഗീകാരം കിട്ടുന്ന സമയമാണ്. നേതാവായിട്ട് മറ്റുള്ളവർ അംഗീകരിക്കും. പിന്നെ ജാതകത്തിലെ പ്രത്യേകത അനുസരിച്ചായിരിക്കും ഈ ഫലം കിട്ടുന്നത്. ജാതകത്തിൽ സൂര്യനൊക്കെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ, സൂര്യന് വ്യാഴം തുടങ്ങിയവയൊക്കെ ശുക്രനൊക്കെ നല്ല സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അംഗീകാരം ലഭിക്കുന്നതാണ്. സൂര്യനെ പ്രത്യേകിച്ചും, ഭരണം എന്ന് പറയുന്നത് സൂര്യനാണല്ലോ, രാജാവ്. അതുപോലെ തന്നെ ചന്ദ്രന് ബലവും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും, നേതാവായി തീരാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ജാതകത്തിൽ ഗ്രഹങ്ങളുടെ ബലം കുറവാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആ ചെറിയ സമൂഹത്തിലെ ഒരു നേതാവായിട്ട്, ഒരു ചെറിയ സമൂഹത്തിൻ്റെ ചെറിയൊരു കൂട്ടത്തിൻ്റെ നേതാവായിട്ട് മാറാനായിട്ട് സാധിക്കും. വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കും. ഈശ്വരപ്രീതി വർദ്ധിക്കുന്ന കാലമാണ്. ഭൂമിപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ഭൂമിയിൽ നിന്ന് ആദായം വർദ്ധിക്കും. പുതിയ ഏതെങ്കിലും കൃഷികളൊക്കെ പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഭൂമി വിൽപ്പനയിലൂടെ ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പണമിടപാടുകളിലൊക്കെ കൃത്യത പാലിക്കാനായിട്ട് സാധിക്കും. ജോലിയിൽ കൃത്യത പുലർത്താനും അതിലൂടെ മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കാനും ഒക്കെ യോഗമുണ്ട്. കഫജന്യ രോഗങ്ങൾ പിടിപെടാം. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ കഫം മൂലമുള്ള രോഗങ്ങൾ പിടിപെടാം. വാദം, പിത്തം, കഫം, ഇതാണല്ലോ ത്രിദോഷങ്ങൾ എന്ന് പറയുന്നത്. അതിൽ കഫം എന്ന് പറയുന്ന എലമെൻറ്റ് കോപിച്ച് ഉള്ള രോഗങ്ങൾ ഉണ്ടാകാം. കുടുംബജീവിതത്തിൽ പൊതുവെ സൗഖ്യം ഉണ്ടായിരിക്കും. പണമിടപാടുകളിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ചെറിയ ചില മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പണമിടപാടിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അത് പ്രത്യേകം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പൈതൃക സ്വത്തിൻ്റെ ഒരു ഭാഗം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും കരുതി വച്ചിരുന്ന പണം മറ്റു പല കാര്യങ്ങൾക്കും എടുത്ത് ചെലവഴിക്കേണ്ടി വരുന്ന അവസരങ്ങൾ ഉണ്ടാകാം. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം, പിതാവിനോ മാതാവിനോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്ഥാനമുള്ള അടുത്ത ബന്ധുക്കൾക്കൊക്കെ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പണത്തിനുള്ള ബുദ്ധിമുട്ടും വീട്ടിലെ പ്രായമായവരുടെ അസുഖവും കൂടി ആകുമ്പോഴത്തേക്കും മനസ്സിന് പിരിമുറുക്കം ഉണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും അത്. ഒരു വർഷത്തെ ഫലമാണ് കേട്ടോ. എപ്പോഴും ഈ പിരിമുറുക്കം കൊണ്ട് നടക്കണം എന്നല്ല പറയുന്നത്. ഈ ഒരു വർഷം അതിന് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പ്രത്യേക ഫണ്ട് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും എന്നാണ് സൂചിപ്പിക്കുക. അതാണ് ഉദ്ദേശിച്ചത്. എന്നാൽ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകും. പുതിയ ബിസിനസ്സുകളിൽ ഏർപ്പെടാൻ യോഗമുണ്ട്. വിദ്യാഭ്യാസത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകും. പൊതുപ്രവർത്തനങ്ങളിൽ അംഗീകാരം ലഭിക്കുന്നതാണ്. ചെലവ് വളരെ കൂടി നിൽക്കുന്ന അവസ്ഥയായിരിക്കും. വരവും ചെലവും ഒരുപോലെയോ അല്ലെങ്കിൽ ചെലവ് അല്പം വർദ്ധിച്ചോ നിൽക്കും. സന്താന ഗുണമുണ്ടാകും. വാക്ക് തർക്കങ്ങളിൽ വിജയമുണ്ടാകും. പക്ഷേ വാക്ക് തർക്കങ്ങൾ മുഖേന നമുക്ക് മനപ്രയാസം ഉണ്ടാകും. നേത്ര രോഗബാധയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കടബാധ്യതകളിൽ ഏർപ്പെടാൻ, ചെറിയ തോതിലാണ് കേട്ടോ, വൻ തോതിൽ കടം വരാനല്ല, ചെറിയ തോതിൽ കടം വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. വാഹനയാത്രകൾക്കിടയ്ക്ക് ധനനഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉത്തര നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിക്ക്
നല്ല സമയമാണ്. സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. മാതാവിനോ തത്തുല്യരായ ആളുകൾക്കോ മാതാവിനോ മാതൃതുല്യരായ ആളുകൾക്കോ ശാരീരിക മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, കന്നിക്കൂറിൽ വരുന്ന മുക്കാൽ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കുറേ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പ്രവൃത്തി പലതും ഗുണകരമാകും. അത് ഇപ്പോൾ ചെയ്യുന്ന നമ്മുടെ സൽപ്രവൃത്തികൾ പലതിനും നല്ല ഫലം ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും. വിദേശയാത്രയ്ക്കുള്ള യോഗവും ഉത്തര നക്ഷത്രം, കന്നിക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉണ്ട്. വിദേശം എന്ന് പറയുമ്പം ഫോറിൻ കൺട്രീസ് എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ജീവിക്കുന്ന, ജനിച്ച് വളർന്ന ആ നാട് വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് ജോലി തേടിയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ജീവിതത്തിന് ഉയർച്ചയുണ്ടാകുന്ന രീതിയിലോ പോകാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടും ആകാം. പിന്നെ ചെറിയ ചെറിയ അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇരുചക്രവാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഉത്തര നക്ഷത്രക്കാർ, കന്നിക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാർ അല്പം കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. പൊതുവെ നോക്കുമ്പോൾ ഈശ്വരപ്രീതി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. ചിങ്ങക്കൂറും കന്നിക്കൂറിലും പെട്ട ഉത്തര നക്ഷത്രക്കാർ തമ്മിൽ നേരിയ ഒരു വ്യത്യാസം നമുക്ക് പറയാനായിട്ട് സാധിക്കും. സന്താന സൗഭാഗ്യത്തിനുള്ള യോഗവും കന്നിക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാർക്ക് ഉണ്ട്. അപ്പം പിന്നെ നേരത്തെ ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കണ്ണുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂറിൽപ്പെട്ടവർക്കും ഉണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊരല്പം ഞെരുക്കം ചില സമയത്തുണ്ടായേക്കാം. അത് കടം വാങ്ങുന്നതിലേക്ക് നയിക്കാനും സാധ്യത ഉണ്ട്. ഈ പണമിടപാടുകളിലും ചെലവ് നിയന്ത്രിക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ വേണം ഈ വർഷം. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ അനുകൂലമായിട്ട് തന്നെ വന്നോളും. ജോലിയിലൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല. അപ്പം നമ്മൾ വഴിപാടുകൾ നോക്കുമ്പം ചിങ്ങക്കൂറിൽപ്പെട്ട ആളുകളാണെങ്കിലും ഉത്തര നക്ഷത്രക്കാരാണെങ്കിലും കന്നിക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാരാണെങ്കിലും സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് വളരെ നല്ലതാണ്. ചിങ്ങക്കൂറിൽ പെടുന്നവർ ശിവനെ കൂടെ ഭജിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ചിങ്ങക്കൂറിൽ പെടുന്ന ഉത്തര നക്ഷത്രക്കാർ ആദിത്യ ഹൃദയ മന്ത്രം പോലുള്ള അല്ലെങ്കിൽ ഗായത്രി മന്ത്രമോ സൂര്യൻ്റെ ഏതെങ്കിലും നവഗ്രഹ സ്തോത്രമൊക്കെ ചൊല്ലുന്നത് കൂടുതൽ നല്ലതാണ്. കന്നിക്കൂറുകാർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പഞ്ചാമൃതം പോലുള്ള വഴിപാടുകൾ നടത്തുന്നതും വളരെ നല്ലതാണ്. അർച്ചന നടത്തുന്നതും നല്ലതാണ്. അപ്പം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഏത് വഴിപാടാണ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതൊന്നും സാമ്പത്തികം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ചാലും മതിയാകുന്നതാണ്. അതും വളരെ പ്രിയപ്പെട്ട വഴിപാടാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക്. എല്ലാ ദൈവങ്ങൾക്കും നെയ്വിളക്ക് എന്ന് പറയുന്നത് വളരെ ഫലപ്രദമായ വഴിപാടാണ്. ഒരുപാട് തടസ്സങ്ങൾ മാറാനായിട്ടും സാമ്പത്തികമായിട്ട് ഈ വലിയൊരു സന്നിഗ്ധാവസ്ഥ വരുന്ന അവസ്ഥയിൽ, അതായത് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാൻ ഒരു മാർഗവും ഇല്ല എന്ന് വരുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പം നെയ്വിളക്ക് തെളിയിക്കുക. നമ്മളുടെ പക്കപ്പിറന്നാൾ ദിവസം പോയി നെയ്വിളക്ക് തെളിയിക്കുക. കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേര് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അതിലൂടെ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാകും വളരെ പെട്ടെന്ന്. ഒരുപാട് പേരുടെ അനുഭവം കൊണ്ടാണ് ഞാൻ ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കും അത് ഗുണകരമാകും. നെയ്വിളക്കെന്ന് പറയുന്നത് ചിലവ് കുറവാണെങ്കിലും വളരെ ഫലപ്രദമായ ഒരു വഴിപാടാണ്. നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണെന്ന് വെച്ചാൽ അവിടെ പോയി ചെയ്യുക. ഈ നമ്മൾ ഈ വിഷുഫലം നക്ഷത്രഫലമൊക്കെ പറയുമ്പം ആ ഒരു സമയത്തെ പ്രത്യേകത കൊണ്ടാണ് ഓരോരോ മൂർത്തികളുടെ വഴിപാടുകൾ അതിനകത്ത് എടുത്തു പറയുന്നത്. എപ്പോഴും നമ്മുടെ കുടുംബദേവതയും നമ്മുടെ ഇഷ്ടദേവതയും അല്ലെങ്കിൽ നമ്മുടെ ആരാധനാമൂർത്തി ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ജാതകം പരിശോധിച്ച് 5-9 ഭാവങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പരിശോധന നടത്തണം. അതുപോലെ തന്നെ കുടുംബം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ 4-ാം ഭാവം കൂടെ പരിശോധിച്ച് അത് ചെയ്യുക. എന്തെങ്കിലും കർമ്മങ്ങൾ ബാക്കി നിൽപ്പുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ഇനി അത്രയൊന്നും ആഴത്തിൽ പോയില്ലെങ്കിൽ പോലും നമ്മളുടെ ദേശദേവതയ്ക്കും ഈ പറഞ്ഞ പോലെ സുബ്രഹ്മണ്യ സ്വാമിക്കും ഒക്കെ വഴിപാട് ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് മകം പൂരം ഉത്തര നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ ഫലമായിട്ട്, വിഷുഫലം, വിഷു സംക്രാന്തി കൊണ്ടുള്ള ഫലം ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പരിചയക്കാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജ്യോതിഷത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹവും നല്ല ജോലിയും ജീവിതത്തിൽ ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.